ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് അറിയാതെയാണ് കേട്ടോ നയനയും ദേവ്യാനിയും സ്നേഹിക്കുന്നത്. എന്തായാലും ആദർശിനോടെങ്കിലും പറയാമായിരുന്നു നയനയ്ക്ക് തന്നെ അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും ദേവ്യാനി തുടങ്ങിയെന്ന സത്യം. ഇതൊക്കെ അറിഞ്ഞ് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നയനയോട്. എന്നിട്ട് നയനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദേവ്യാനി ആകെ പെട്ടിരിക്കുകയാണ്. ദേവ്യാനി ആദർശിൻ്റെയും നയനയുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, മോനെ നാനമോളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടാ അവൾ നിന്നോട് കാര്യങ്ങളൊന്നും പറയാഞ്ഞത്. ഇല്ലമ്മേ, ഞാൻ അവളോട് ക്ഷമിക്കില്ല. ഞാൻ അവളോട് എത്ര തവണ ചോദിച്ചതാ, അമ്മ നിന്നെ അംഗീകരിക്കാൻ തുടങ്ങിയോ, ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ എന്നൊക്കെ. എന്നിട്ട് അവൾ ഒരു കാര്യം പോലും എന്നോട് പറഞ്ഞില്ല. അതെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയുണ്ടാക്കി. എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ എന്നോട് തുറന്നു പറയുന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ഇനി അമ്മ പറയേണ്ടെന്ന് പറഞ്ഞാലും അവൾ എന്നോട് പറയേണ്ടതല്ലേ ഇതൊക്കെ. അവളെ മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു രഹസ്യവുമില്ല. അമ്മ നാനെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണെന്ന സത്യം നാനക്കറിയാം. പിന്നെ എന്തിനാണമ്മേ അവൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, മോനെ അത് അനന്തപുരിയിലെ ആരും തന്നെ ഈ വിവരം അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാ. നാനയാണ് എനിക്ക് കരള് തന്നതെന്ന സത്യം നീയും ജേട്ടനും എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നാനയോട് ക്ഷമിക്കാൻ പറ്റില്ല. അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ഇപ്പം എനിക്ക് പറ്റില്ല. മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ വീട്. ഇനി ഈ അകൽച്ച നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. അതുടനെയൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാനയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞത്. അവൾക്ക് അനന്തപുരിയിലെ ചീഫ് ഡിസൈനർ എന്നുള്ള അഹങ്കാര. അതുമാത്രമല്ല, ഒരുപാട് അംഗീകാരവും നല്ല സാലറിയും കിട്ടുന്നതിൻ്റെയും കൂടി അഹങ്കാരവും കൂടി അവൾക്കുണ്ട്. ഇതൊക്കെ ഞാൻ കാരണം അവൾക്ക് കിട്ടിയെന്നുള്ള വിചാരമൊന്നും അവൾക്കില്ല. മോനെ, അതൊക്കെ വിട്ടുകളാ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനാണെന്ന് നിന്നോട് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ നാനമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അമ്മ നിർത്തി. ഇനി ഇക്കാര്യവും പറഞ്ഞ് അമ്മ എൻ്റെ അടുത്തേക്ക് വരരുത്. മോനെ ആദർശേ, നീ ഞാൻ പറയുന്നത് കേൾക്കണം. നീ നന്ദാവനത്ത് പോയിട്ട് നാനയൊന്ന് കൂട്ടിയിട്ട് വാ. നീ വിളിച്ചാൽ അവൾ തീർച്ചയായും വരും. ഇല്ല, ഞാൻ അവളെ പോയിട്ട് ഒരിക്കലും വിളിക്കില്ല. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരുവും വേണ്ട. ഇനി അമ്മയ്ക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം. അത് ഞാൻ തടയില്ല. എനിക്ക് നാനേ ഇല്ലാണ്ട് പറ്റില്ല മോനെ. അവളെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. മോനെ, അവൾ നന്ദാവനത്തിൽ നിൽക്കുമ്പോൾ എനിക്കിവിടെ ഒരു സ്വസ്ഥതയില്ല. മോൻ പോയി വിളിച്ചുകൊണ്ട് വാ മോനെ. ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കില്ല. അത്രയ്ക്ക് നിർബന്ധമെങ്കിലേ അമ്മ നാനയുടെ കൂടെ നന്ദാവനത്ത് പോയി നിൽക്ക്. ആദർശേ, വേണ്ടി വന്നാൽ ഞാൻ അങ്ങനെയും ചെയ്യും. നന്ദാവനത്ത് പോയി താമസിക്കുകയും ചെയ്യും. ആദർശ് പറയുന്നത് കേട്ടിട്ട് ദേവ്യാനിക്ക് ആകെ മൊത്തം അസ്വസ്ഥതയാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജയൻ്റെ അടുക്ക പോയിട്ട് ഈ വിവരം പറയുന്നുണ്ട്. ആദർശിന് അമ്മയുടെ സങ്കടം മനസ്സിലാവുമോ? ആദർശ് നായനയെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറാവുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.